ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. എനിക്ക് ഇടണം എന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ മടിയുണ്ട്. പിന്നെ എന്താ ഇടണേ എന്നൊക്കെയുള്ളൊരു ഇതും കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇടാതിരുന്നത്. എന്നാലും എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ കുറ്റബോധം തോന്നും കേട്ടോ. നമുക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് നമ്മളത് യൂസ് ചെയ്യണില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഇടാലോ, ഞാനെന്താ ഇങ്ങനെയെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് എന്നാൽ ഇനി പയ്യെ തുടങ്ങി നോക്കാം എന്നങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളിന്ന് അടിമാലിക്ക് പോവാം കേട്ടോ, അനിയത്തിയുടെ വീട്ടിലേക്ക് പോവാം. അപ്പം ഞാനുണ്ട്, മോനുണ്ട്, അമ്മച്ചിയുണ്ട്, അത്താവുണ്ട്. ഞങ്ങൾ ബസ്സിനാണ് പോണത് കേട്ടോ. അപ്പം അവളെപ്പോഴും വിളിക്കും, പക്ഷെ അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് ഇഷ്ടം. അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ സ്ഥലങ്ങളൊക്കെ കാണാനും വീടും അവിടെ പിള്ളേരുടെ കൂടെ നിൽക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പോയി എത്തണ പാടാണ് ഞങ്ങൾക്ക് പാട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കേട്ടോ. ആ വഴി ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ്സിനായാലും ശരി, കാറിലായാലും ശരി. ടൂ വീലറിലാണെങ്കിലും എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഭയങ്കര മഴയും കേട്ടോ. ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ടാണ് പോണത്. അപ്പോൾ ശനിയാഴ്ച ഞാൻ ലീവ് എടുത്തു. അപ്പോൾ ഇനി വെള്ളിയാഴ്ചയും കൊണ്ട് ലീവ് ആക്കണ്ടല്ലോ എന്ന് കരുതി വൈകുന്നേരത്തേക്ക് എൻ്റെ സൗകര്യത്തിനനുസരിച്ചാട്ടോ വൈകുന്നേരത്തേക്ക് ആക്കിയത്. പക്ഷെ അന്ന് ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഞങ്ങൾ സ്റ്റാൻഡിലെത്തിയപ്പോൾ തന്നെ, തൊടുപുഴ സ്റ്റാൻഡിലെത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ആ മഴ മൊത്തം നനഞ്ഞ് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു കേട്ടോ സീറ്റിലിരിക്കാനൊക്കെ ആയിട്ട്. ഒന്നാമത് ഈ വഴിക്ക് യാത്ര ഇഷ്ടമല്ല. അതിൻ്റെ ഇടയ്ക്ക് കാര്യം പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു. അന്ന് മഴയും കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ ഈ നേര്യമംഗലം ആ സ്ഥലത്തൊക്കെ അവിടെയൊക്കെ തൊട്ട് ഭയങ്കര നന്നായിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ ബസ്സിൽ നനഞ്ഞിരിക്കാൻ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു കേട്ടോ. അങ്ങനെ പോയി ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും രാത്രി ഇരുട്ടായിരുന്നു. ഒരു 7 മണി 5:15 കണ്ടായിരുന്നു ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങളവിടെ എത്തുമ്പോൾ. പിന്നെ കടയിൽ കയറി ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. കുറച്ച് പിള്ളേർക്ക് മിഠായി, കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഓട്ടോ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു പയ്യെ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം കുടയും കയ്യിൽ ബാഗുകളും പിന്നെ മഴയും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇരുട്ടുമല്ലേ. പിന്നെ അതുകൊണ്ട് ഞാൻ അതൊന്നും രാത്രിക്കത്തെ ഒന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങളിത് പോണ വഴിക്കുള്ള കാര്യങ്ങൾ ഇതാട്ടോ ഈ കാണുന്നതല്ല. ഇപ്പം ഇത് നേര്യമംഗലം പാലം എത്തിയതൊക്കെ ഈ കാണുന്നത്. അപ്പം പിന്നെ അനിയനാണെങ്കിൽ കടയടച്ച് വന്നിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് വിളിക്കാൻ വരാനായിട്ട് ആരുമില്ലായിരുന്നു. അപ്പോൾ അവളും പിള്ളേരും എന്നിട്ട് ഞങ്ങൾ വിളിച്ച്, നീ വീട്ടിൽ കാറുണ്ടായിട്ട് അവൾ ലൈസൻസൊക്കെ എടുത്ത കേട്ടോ. പക്ഷെ അവൾ ഓടിക്കുകയൊന്നുമില്ല. ഓടിക്കുമെന്ന് വെച്ചാൽ അറിയാം, പക്ഷേ അനിയൻ കൊടുക്കാറുമില്ല അവൾ അങ്ങനെ. അതുകൊണ്ട് നമ്മൾ ആ ടച്ച് വിട്ട് പോയാൽ പോയി. ലൈസൻസ് എടുത്താലും നമ്മളത് എപ്പോഴും ഉപയോഗിച്ചെങ്കിലാണ് അത് നിൽക്കുള്ളൂ. എന്നാലും അവളും പിള്ളേരും കൂടെ നടന്ന് നിന്നിട്ട് വന്നു കേട്ടോ പകുതി വഴി വരെ. എന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ ഇത് രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം ഒന്നും എടുത്തിട്ടില്ല. ഒന്നാമത് ഒരു മടിയുണ്ട്, പിന്നെ അറിയാം എങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മുട്ടക്കറി ഉണ്ട്, പിന്നെ ഇടിയപ്പം ആട്ടോ ഉണ്ടാക്കണത്. അപ്പം മുട്ടക്കറി അവളാണ് ഉണ്ടാക്കണത്, ഇടിയപ്പം അവൾ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി വട്ടിക്കുഴയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നതേ എടി ഞാൻ ഇന്ന് തൊട്ട് തുടങ്ങും കേട്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നേക്കണതാണ്. എന്നിട്ട് ഞാൻ അവളോടും പറയും കേട്ടോ, നിനക്കാകുമ്പത്തേനും അവൾക്ക് ഒത്തിരി പണിയും 3 മക്കളും ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നീ എടുക്കടിയെന്ന് ഞാൻ എപ്പോഴും അവളോട് പറയും കേട്ടോ. എന്നെക്കാട്ടിലും ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പം ഞാനും മോനും പിന്നെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് എടുക്കാൻ അങ്ങനെ ഡെയിലി എന്തെടുക്കാനാണ്. അപ്പോൾ ഇവക്കാകുമ്പോൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എടുക്കടി ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഞാൻ വന്നിട്ട് അവൾ മുട്ടക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ട. അപ്പം ഞാൻ വന്നിട്ട് എനിക്കും അത്താക്കും കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കടുപ്പം വേണം കേട്ടോ ചായക്ക്. അപ്പം ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അമ്മച്ചിക്ക് വേറെ ചായ അവർക്കൊക്കെ വേറെ ചായ ഉണ്ടാക്കുകയുള്ളൂ, കടുപ്പം കുറച്ച്. എനിക്ക് അത്താക്ക് നല്ല കടുപ്പം വേണം ചായക്ക്. എൻ്റെ മോനും അതെ കേട്ടോ, അതേ സ്വഭാവമാണ്. പക്ഷേ ഞാൻ മാക്സിമം കടുപ്പം കുറച്ച് കൊടുക്കാനാണ് ശ്രദ്ധിക്കുന്നത് അവന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ചായയൊക്കെ എടുത്ത് ഞാനും ആ ചായയൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ മല കണ്ടോ, ദൂരെ കണ്ട മലയാട്ടോ. അവിടെ നല്ല കോടമഞ്ഞ്, നല്ല ഭംഗിയായിട്ട് രാവിലെ കാണാനായിട്ട്. പക്ഷേ ഫോണിൽ അത് അത്ര ക്ലിയർ ആവാത്തതാണ്. പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോൾ അമ്മച്ചി ഇതേ വന്ന് പൊടിയൊക്കെ വാട്ടിക്കുഴയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും അവളും കൂടെ രാവിലെ തന്നെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നത് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല. വന്നപ്പോഴാണ് അയ്യോടാ വീഡിയോ എടുക്കാറുന്നല്ലോടി എന്നിങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അവൾ എന്നോട് പറയുകയും ചെയ്തു, നീ എപ്പോഴും പറച്ചിലല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ടാ ഓർക്കുള്ളൂ എന്ന് പറയുകയും ചെയ്തു. ഞങ്ങളപ്പോൾ സ്കൂട്ടറിനായിരുന്നു പോയത്. അപ്പോൾ കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ അമ്മച്ചി വന്നിട്ട് അമ്മച്ചി പൊടി വാട്ടി കുഴക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് എന്നാ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് വെയിറ്റ് നോക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം അവൾ ഇടയ്ക്ക് ഡയറ്റൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു എന്നോട് വെയിറ്റ് ഒന്ന് നോക്കിയേടി,
എന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോഴത്തേക്കും അവൾ പറയും കേട്ടോ, ഓ എൻ്റെ പൊന്നെ എങ്ങാനും എന്നതിനെ കഴിഞ്ഞും കുറവാണെങ്കിൽ കുറവാകല്ലേ, കൂടുതലായിരിക്കണേ അല്ലെങ്കിൽ സെയിം ആയിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് അവളുടെ എൻ്റെയും ഏകദേശം ഒരേ വെയിറ്റ് തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം അവൾ അമ്മച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അവൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ അതിനകത്തിട്ട് ചതച്ചെടുക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്നാൽ സവാള അരിഞ്ഞുതരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അരിയാനൊക്കെ കൂടി. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണികളുണ്ട്, പക്ഷേ എനിക്ക് മടിയാട്ടോ. ഞാൻ അങ്ങനെ ഒത്തിരി പണികളൊന്നും എടുക്കാറില്ല. അതിപ്പോൾ ഇവിടെ ആണെങ്കിലും വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോഴാണെങ്കിലും അടുക്കളയിലെല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കണതൊക്കെ ആണെങ്കിലും അവളും അമ്മച്ചിയായിരിക്കും മെയിനായിട്ട്. ഞാൻ എല്ലാത്തിനും സഹായിച്ചൊക്കെ തട്ടിയും മുട്ടി അങ്ങനെ നിൽക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഒന്നാമത് എനിക്ക് ഒരുപാട് പേർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കത് ഭയങ്കര പാട്, എനിക്ക് അങ്ങനെ അറിയാൻ പാടില്ല കേട്ടോ അത്ര നന്നായിട്ടൊന്നും. പിന്നെ അവൾ വയ്ക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അവളുടെ ബിരിയാണി, നോൺ വെജിറ്റേറിയൻ അതൊക്കെ ഉണ്ടാക്കണം നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാവത് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനെ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിനെ. പക്ഷേ നമുക്ക് എപ്പോഴൊന്നും എടുക്കാനൊന്നും കിട്ടില്ലല്ലോ. അവിടെ ആയിരിക്കും എനിക്ക് കാണാൻ കൊതിയാകുമ്പോൾ ഞാൻ വീഡിയോ കോൾ വിളിച്ച് കാണും. പിന്നെ ഇതിൻ്റെ പഴയ വീഡിയോസൊക്കെ എൻ്റെ ഗ്യാലറിയിലുള്ളതൊക്കെ എടുത്ത് പ്ലേ ചെയ്ത് കാണുകയൊക്കെ ചെയ്യും കേട്ടോ. അത് രണ്ടാമത്തെ അവൾ ഞങ്ങളുടെ മാളുക്കുള്ളൂ. അവൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ആദ്യം ഉടുപ്പിടാണ്ടൊക്കെ വന്ന് നിന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഓടിച്ചു വിട്ടു, ഇതേ ഞാൻ യൂട്യൂബിൽ എടുത്തിടും, അതുകൊണ്ട് പോയി ഉടുപ്പിട്ടുകൊണ്ട് വന്നൊക്കെ പറഞ്ഞ് പോയി ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നതാണ്. പിന്നെ ഞങ്ങളുടെ അമ്മുക്കുട്ടിയുണ്ട്. അപ്പോൾ അവൻ ആ സമയത്ത് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അവൻ അപ്പോഴും എഴുന്നേറ്റിട്ടില്ല. അവനിപ്പം സ്കൂൾ അടച്ചപ്പോൾ ഉള്ളൊരു ശീലം എന്താണെന്ന് വെച്ചാൽ താമസിച്ച് കിടന്നിട്ട് താമസിച്ച് എഴുന്നേക്കണതാണ് അവൻ്റെ ശീലം. അപ്പോൾ ഇത് ഇടിയപ്പം കുറച്ചൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവൾ കുക്കറിലാട്ടോ മുട്ടക്കറി വെക്കുന്നത്. എളുപ്പമാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ കുക്കറിൽ വെക്കണ മുട്ടക്കറി, അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നണില്ല. അവൾ കുക്കറിലാണ് ഉണ്ടാക്കണം. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, സവാള ഒത്തിരി നേരം വഴറ്റിക്കൊണ്ട് നിൽക്കണ്ട, മസാലപ്പൊടി മൂത്ത് കിട്ടിയാൽ മതി. പിന്നെ സവാള ഒരു വിസിലടിപ്പിച്ചാൽ നന്നായിട്ട് വേകും. പിന്നെ മുട്ട പുഴുങ്ങി അതിലേക്ക് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് എത്ര എളുപ്പപ്പണി നോക്കിയിട്ടും ഞങ്ങളന്ന് ചായ കുടിച്ചത് ഒത്തിരി താമസിച്ചാട്ടോ. രാവിലത്തെ എല്ലാ പണിയും ലേറ്റായിട്ടായിരുന്നു. ഒന്നാമത് ഞങ്ങൾ മൂന്നുപേരും കൂടെ കുറേ വർത്തമാനം പറഞ്ഞു അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിൽക്കും. പിന്നെ ഒരാൾ ഒറ്റയ്ക്ക് കിടന്ന് ചെയ്യുമ്പോൾ ഈ പറയും പോലെ പണിയൊക്കെ പെട്ടെന്ന് ഒതുങ്ങും. പക്ഷേ കുറേ പേര് നിൽക്കുമ്പോൾ തട്ടിമുട്ടിയും പണിയെല്ലാം താമസിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കൊച്ചിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് വാചി പഠിക്കുന്നതല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല. അപ്പോൾ അനിയൻ്റെ എന്നും രാവിലെ ഫുട്ബോൾ കളിക്കാൻ പോകും കേട്ടോ ഗ്രൗണ്ടിൽ. ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർക്ക് അവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പം ഇടയ്ക്ക് അവർ മത്സരങ്ങളും അങ്ങനെയൊക്കെ നടത്താറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് കുളിക്കാൻ പോയതൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും കേട്ടോ. പരദൂഷണങ്ങളും ഞങ്ങളുടെ തന്നെ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. പരദൂഷണം എന്ന് പറഞ്ഞാൽ വലിയ വലിയ രീതിയിലൊന്നും അല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കൊച്ചിനുള്ള കാടമുട്ടയും പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ അവൾ അതൊക്കെ സെറ്റാക്കുവാണ്. ഞാൻ സത്യം പറഞ്ഞ് ഒരു പണിയും ചെയ്യണം കേട്ടോ. അപ്പോൾ അവനും ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, പിള്ളേരും ഉണ്ട്, എല്ലാവരും. ഞങ്ങളങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ അപ്പം ചായ നേരത്തെ ഞാൻ എനിക്കും അത്താക്കുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അമ്മച്ചിക്കും അവനുള്ള ചായയൊക്കെ എടുക്കുന്നത് കേട്ടോ. ഓരോരുത്തർക്കും അപ്പം മാറി മാറിയാണ് ചായ വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് കരുതി ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഇച്ചിരി ചെയ്യുമ്പോൾ ഓടിപ്പോയി അത് എടുത്ത് വെക്കും കേട്ടോ. കാരണം ഞാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു കുറ്റബോധം എനിക്ക് തന്നെ ഉണ്ടാവില്ലേ, അതുകൊണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി എനിക്കും അവൾക്കും ഒന്നും കൂടെ പുറത്തൊക്കെ പോകാനുണ്ട് കേട്ടോ. ചുമ്മാ വലിയ കാര്യങ്ങളൊന്നുമില്ല, എനിക്കൊരു നെയ്റ്റി നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് കടയിലും പോകാം, ചുമ്മാ ഒന്ന് പോയിട്ട് വരാം എന്ന് കരുതിയിട്ടാണ്. രാവിലെ ഒന്ന് പോയിട്ട് വന്നതാ. എനിക്ക് അവളുടെ കൂടെ 2 വീലറിൽ ഇങ്ങനെ പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവൾ ഇവിടെ വരുമ്പോഴാണെങ്കിലും തൊടുവഴിക്കാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോകാറൊക്കെ ഉണ്ട് കറങ്ങാനൊക്കെ. വലിയ രീതിയിലുള്ളതൊന്നും അല്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നപ്പോൾ അവൾ പറഞ്ഞു നമുക്കൊന്ന് ഉച്ചയ്ക്കത്തേക്ക് ചിക്കൻ ബിരിയാണി വെക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മജ്ബൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഇന്നലെ അമ്മച്ചി എല്ലുങ്കപ്പയും പുഴുങ്ങിയത് വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഞങ്ങളെല്ലാവരും കുറച്ച് ഫുഡൊക്കെ കഴിച്ചുള്ളൂ. അപ്പം അവളാണെങ്കിലും മീൻകറിയും ചോറും മീൻ വറുത്തതും അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ കപ്പയും ബാക്കിയുണ്ട്, ചോറും മീൻകറിയും എല്ലാം ബാക്കിയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ചയ്ക്കത്തേന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മീൻകറിയും ചോറും എല്ലാം വേസ്റ്റ്, അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, എന്നിട്ട് വൈകുന്നേരത്തേക്ക് നമുക്ക് ബിരിയാണി വെക്കാടി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ രാവിലെ തന്നെ അപ്പോൾ ചിക്കനും സാധനങ്ങളും എല്ലാം വാങ്ങിച്ചായിരുന്നു, അപ്പോൾ അതെല്ലാം നമുക്ക് മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് പോകാം, എന്നിട്ട് വന്നിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞത്തേനുള്ളത് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കേട്ടോ. പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടി കളിക്കാൻ പറഞ്ഞ് ഞങ്ങൾ വഴക്ക് പറയും കേട്ടോ. എന്നാലും അവർക്ക് ഫോണിലാണ് കളി. 3 പേരും കൂടെ കൂടി ഒന്ന് എന്തെങ്കിലും കളിക്കണ്ടേ. കൊച്ചപ്പോൾ അതിന് അവർ കൂടെ കൂട്ടാത്തതുകൊണ്ട് കൊച്ച് വന്ന് സോഫയിൽ വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ ഇവളുടെ മുറ്റത്തൊരു മാവുണ്ടായിരുന്നു, അത് നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ തൊണ്ടിന് ഭയങ്കര കയ്പ, കുറച്ച് കട്ടിയുള്ള തൊണ്ടാണ്. അപ്പം ഇപ്പം മാങ്ങ സീസണിൽ എല്ലായിടത്തും ഇഷ്ടം പോലെ മാങ്ങ കേട്ടോ. വരുന്ന വഴിക്കൊക്കെ എന്തുമാത്രം, ഇവിടെയാണെങ്കിലും ചുറ്റും ഒരുപാട് സ്ഥലങ്ങളിൽ മാങ്ങ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഹൈ റേഞ്ച് ആകുമ്പോഴത്തേക്കും ചക്ക മാങ്ങ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ, എല്ലായിടത്തും കാണാം.
പിന്നെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ എന്തേ അവളുടെ മുട്ടക്കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി അവിടെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇതിലേക്ക് കറങ്ങി നടക്കുന്നുണ്ട്, കൊച്ചിനെ എടുത്തും പിള്ളേരുടെ കൂടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പം മുട്ടക്കറി വെച്ച് വന്നപ്പോൾ കളറൊക്കെ ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവളുടെ അടുത്ത് കുറച്ച് ചക്കപ്പഴം ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി അതെടുത്ത് ചക്കയുടെ ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ വരട്ടാറില്ല കേട്ടോ, മിക്സിയിലിട്ട് അരച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ പിന്നെ എളുപ്പമുണ്ട്. അങ്ങനെ അമ്മച്ചി അതിൻ്റെ പണി നോക്കി അടുത്തതായിട്ട്. അപ്പം ഞാൻ പിള്ളേരുടെ കൂടെ അതേ കളിക്കാൻ ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം ഷട്ടിൽ ബാറ്റ് കളിക്കുക, ശരീരത്തിന് എനിക്കൊരു വ്യായാമം ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത് കേട്ടോ. എന്നിട്ട് പിള്ളേരെന്നെ കളിയാക്കോട്ടെ, എനിക്ക് താഴെ ചാടുമ്പോൾ അത് എടുക്കാൻ മടിയാന്നിട്ട് അവൻ എന്നെ കളിയാക്കുമായിരുന്നു. വണ്ണം കുറയ്ക്കാനാന്ന് പറഞ്ഞിട്ട് മേലാണെങ്കിൽ പണിയെടുക്ക്, കുനിഞ്ഞിരുന്ന് എടുക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരെന്നെ കളിയാക്കും കേട്ടോ. പിന്നെ ഞാൻ അകത്ത് കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് കയറുന്നപ്പോൾ അവൾ അടിച്ച് വാരുന്നും തുടയ്ക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പുറത്ത് പോകാമെന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അടിമാലി ഫെസ്റ്റ് കിടക്കോട്ടോ, മെയിനായിട്ട് അത് കാണാമെന്നും പറഞ്ഞുകൊണ്ട് അവൾ എന്നെ വിളിച്ചേക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് ഇനി അതിനും പോകാനുണ്ട്. അപ്പോൾ ചക്കയുടെയൊക്കെ റെഡിയായി. പിന്നെ ഞാനും അവളും കൂടെ അവളുടെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ സ്കൂട്ടിയിൽ വന്നു. ഇത് കടയാട്ടോ. കടയിൽ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒത്തിരി നേരം ഇരുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്കൊരു നെയ്റ്റി നോക്കണം ഞാൻ പറഞ്ഞില്ല, അതൊക്കെ പോയി വാങ്ങിച്ചു. അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ കടയിൽ വന്നു. ഇനി അനിയനോട് യാത്ര, സ്കൂട്ടർ ഞങ്ങളിവിടെ വെച്ചിട്ടാണ് കടയിലോട്ട് ടൗണിലേക്ക് പോയത്. അപ്പോൾ പിന്നെ വന്നിട്ട് സ്കൂട്ടറൊക്കെ എടുത്ത് ഞങ്ങളിനി തിരിച്ച് പോവുക വീട്ടിലേക്ക്. വീട്ടിൽ പോയി ഇനി ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് ഫെസ്റ്റ് കാണാൻ പോകാനായിട്ട്. അങ്ങനെ ഞാനും അവളും കൂടെ അതേ പോവുക. ഇങ്ങനെ എവിടെ തിരിഞ്ഞാലും പ്രകൃതി രമണീയം കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. മലയും പാറയും, ഇടയ്ക്ക് പേടി തോന്നും ഈ ഉരുൾപൊട്ടൽ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുള്ളത് കൊണ്ട്. ഇടയ്ക്ക് നമുക്കങ്ങനെ എങ്ങനെയാകും എന്നൊക്കെ ഓർത്ത് ഇവിടെയും നേരത്തെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഉരുൾപൊട്ടലൊക്കെ. അപ്പോൾ അതൊക്കെ ഓർത്തുള്ള പേടിയുണ്ട്. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടോ പാറ, ഇതുപോലത്തെ വലിയ പാറകൾ 4 ചുറ്റിനും കാണാം കേട്ടോ. നല്ല രസമാണ് അതൊക്കെ കാണാനൊക്കെ ആയിട്ട്. രാവിലെ ആണെങ്കിലും മഞ്ഞിറങ്ങുമ്പോൾ നല്ല ഭംഗിയാണ്. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഴയൊക്കെ പെയ്തതായതുകൊണ്ട് പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഒക്കെ ആയിരുന്നു. പിന്നെ പകൽ വെയിൽ വന്നാൽ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ അത്ര ഇല്ലെങ്കിലും ചൂടുണ്ട്. പിന്നെ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ ഹൈ റേഞ്ചിലേക്ക് ഞാൻ കണ്ടത് ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പൂക്കളുണ്ട്, നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പല തരത്തിലുള്ള പൂക്കൾ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ കൂടെ കാണാം ഇഷ്ടം പോലെ പൂക്കളും ഇതും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു, നിന്നെ ഇനി അടിമാലി ചുറ്റി കാണിച്ചില്ല എന്ന് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഏതൊക്കെയോ ഊടുവഴി കൂടെ ഒക്കെ കറങ്ങി പോകണ്ടിട്ട് നമുക്ക് കുറച്ച് വട്ടം കറങ്ങി പോകാടി, പയ്യെ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഏതൊക്കെയോ ഊടുവഴി കൂടെ ഒക്കെ കയറിയിട്ടാട്ടോ പോണത്. പോണ വഴിക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ പിന്നെ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോവുകയാണ്. കറങ്ങി തിരിഞ്ഞാണേലും പിന്നെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇനി അമ്മച്ചി വല്ല വഴക്കും പറഞ്ഞാലും ചെന്നിട്ട് പിന്നെ അതുപോലെ പണിയുണ്ടല്ലോ, ചെന്നിട്ട് ഇനി ചോറൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾക്കിനി ഫെസ്റ്റിന് പോകാനായിട്ട് റെഡി. അപ്പോൾ അവിടെ കാണുന്ന ആ പള്ളിയില്ല അതാട്ടോ പിള്ളേർ ഓതണ പള്ളി കേട്ടോ. അത് ഇവിടെ പിള്ളേർ പഠിക്കുന്നത്. അപ്പോൾ അവൾ എന്നും പിള്ളേരെ രാവിലെ കൊണ്ടുവിടും, ഉച്ചയ്ക്ക് അവൾ വിളിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ അനിയനായിരിക്കും, അങ്ങനെ കേട്ടോ അവർ കൊണ്ടുവിടുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമില്ല, കുറച്ചേ ഉള്ളൂ. എന്നാൽ പോലും പിള്ളേരെ അങ്ങനെ നടത്തി വിടുന്ന അത്ര സേഫ് അല്ലാത്തത് കൊണ്ട് എപ്പോഴും കൊണ്ടുവിടുകയും വിളിക്കാൻ വരുകയും ചെയ്യും കേട്ടോ ചെയ്യാറ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഞാൻ ഒരുപാടൊന്നും വേറെ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ബിരിയാണി അവൾ വെക്കുന്നതും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മറന്നു പോകും ചില കാര്യങ്ങൾ കഴിഞ്ഞ്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അപ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഞാൻ എടുത്ത ക്ലിപ്പുകളെല്ലാം വെച്ചിട്ട് ഇത്രയൊരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് തരുവാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നുണ്ട്, കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാനാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളിങ്ങനെ കാണണമല്ലോ എന്ന് വിചാരിച്ച് കാണാറില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടു, എന്തെങ്കിലും ഒരു സന്തോഷം തോന്നുന്നതാണെങ്കിലല്ലേ നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് നെഗറ്റീവായാലും പോസിറ്റീവാണെങ്കിലും ചീത്തയൊന്നും ഒഴിച്ച് വേറെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ വേറൊരാളിങ്ങനെ പറയുന്നത് അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.